എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മൾ പുതുതായിട്ടൊരു ഐറ്റം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ. പുതുതായിട്ടൊരു ഐറ്റം അല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് നൈറ്റി വിത്ത് ഷാൾ. അതിൽ അജ്രക്കിൻ്റെ പ്രിൻറ്റ് വരുന്ന നൈറ്റി വിത്ത് ഷാളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അജ്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അജ്രക്ക് പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ് ആണ്. ഇപ്പോൾ മെറ്റീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ പക്ക സോഫ്റ്റ് ആയിട്ടാണ്. ഷോളാണെങ്കിലും മെറ്റീരിയലാണ് നല്ല ഹെവി ക്വാളിറ്റിയിൽ തന്നെ ആയിട്ടാണ്. നീലം ബ്രാൻഡിൻ്റെ ആയിട്ടാണ്. 270 പ്ലസ് GST തന്നെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. റേറ്റിൽ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും നമ്മൾ വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ കാണിക്കുന്ന അതിൻ്റെ ഒരു ഷോളാണ്. അപ്രോക്സിമേറ്റ് 2 മീറ്റർ കട്ട് കിട്ടും. 45 വീതിയുടെ അടുത്തുള്ള ഒരു ഷോളാണ് അതിൻ്റെ ഒപ്പം വന്നത്. അപ്പോൾ ഈ വീഡിയോയിലുള്ള ഡിസൈൻസിൻ്റെയൊക്കെ എല്ലാം ഡബിൾ ബണ്ടിൽ നമ്മുടെ അടുത്ത് ഉണ്ട്. പിന്നെ നൈറ്റ് വിത്ത് ഷാൾ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം, ഭയങ്കര ഹോട്ട് സെല്ലിംഗ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. അപ്പം ഐറ്റംസ് പെട്ടെന്ന് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ GST അടക്കം ഇതിന് 283 രൂപ അടുത്താണ് റേറ്റ് വന്നത് കേട്ടോ. 5% GST ചാർജ് ചെയ്യണത്. ഷോപ്പ് ലൊക്കേഷൻ വന്നത് മൂവാറ്റുപുഴയാണ്. എല്ലാവർക്കും നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് വാട്സാപ്പ് നമ്പർ മുഖേന കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻസ് അയച്ചു തരും. ആരും സ്ക്രീൻഷോട്ട് എടുക്കുകയൊന്നും വേണ്ട. ഈ ഡിസൈൻസ് മാത്രമല്ല, വേറെ ഡിസൈൻസ് നൈറ്റ് വിത്ത് ഷാളിലാണെങ്കിലും 290 സാധാ മെറ്റീരിയൽ 320 എല്ലാ ഐറ്റംസും നമുക്കുണ്ട്, സ്റ്റോക്കിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചോദിച്ചാൽ മതി, ഫോട്ടോസ് എല്ലാം അയച്ചു തരും കേട്ടോ. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നമ്മൾ വർക്കിംഗ് ആണ്. വർക്കിംഗ് ടൈമിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്നാമത് തിരക്കാണ്. പിന്നെ കുറച്ച് വർക്കിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നെ പാക്കിങ്ങിലേക്കൊക്കെ മാറും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡിലേ വരും, റിപ്ലൈ കിട്ടാനും കാര്യങ്ങളൊക്കെ ഒരു ഡിലേ ഉണ്ടാവും. അത് പറഞ്ഞെന്നുള്ളൂ. ഇപ്പോൾ ഈ കാണിക്കുന്ന എല്ലാ ഡിസൈൻസിനും 5 കളറിൻ്റെ ചാർട്ടാണ്. ഇത് പ്രിൻ്റ് അല്ല, അതായത് നമ്മുടെ രാജവാടി പ്രിൻ്റ് പോലത്തെ പ്രിൻ്റ് അല്ല. ഇതെന്ന് പറഞ്ഞാൽ അജ്രക്ക് പ്രോസസ്സിങ് തന്നെയാണ് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നീലം ബ്രാൻഡിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോൾസെയിൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസാണ്. എന്നാൽ മാത്രമാണ് ഹോൾസെയിൽ പ്രൈസിൽ നമ്മൾ ബില്ലാക്കുള്ളൂ. റീറ്റെയിൽ നമ്മൾ ചെയ്യുന്നില്ല, ഹോൾസെയിൽ മാത്രമാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റീറ്റെയിലായിട്ട് നിങ്ങളിപ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 370 രൂപ വരെ റീറ്റെയിൽ പ്രൈസിൽ കൊടുക്കാൻ പറ്റും. ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാനായിട്ടാണ്. 400 GSM ക്വാളിറ്റി മെറ്റീരിയൽ കീപ്പ് ചെയ്യുന്നുണ്ട്. 290 കട്ടാണ് കേട്ടോ, 320 കട്ടല്ല. 320 കട്ടിൻ്റെ നൈറ്റ് വിത്ത് ഷാൾ നമുക്ക് സ്റ്റോക്കിലില്ല. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബെയിലായിട്ടൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇറക്കി കൊടുക്കാം. അതൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞാൽ മതി. ഇന്ത്യ പോസ്റ്റ്, കൊറിയർ സർവീസ്, പാഴ്സൽ സർവീസ്, ഇത് 3 വഴി നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. വീട്ടിൽ ഐറ്റം കിട്ടണമെന്ന് നിർബന്ധമുള്ളവർ മാത്രം ഇന്ത്യ പോസ്റ്റിൽ എടുക്കുക. എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറ്റത്തിന് നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴി എടുക്കുമ്പം ഡെലിവറി ചാർജ് കുറച്ചധികം കൂടുതലാണ്. കൂടുതലാണെന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കൊറിയർ വഴിയും പാഴ്സൽ വഴി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അഫോർഡബിൾ. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ്സൽ വഴി തന്നെ എടുക്കുന്നതായിരിക്കും. ഒരു ഫിക്സഡ് റേറ്റിന് അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ഐറ്റംസ് കയറി വരും പാഴ്സലിനകത്ത്. അങ്ങനെ എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കില്ല. നമ്മളത് പല വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു. എന്നാലും ആരും അങ്ങോട്ട് അക്സെപ്റ്റഡ് അല്ല. എല്ലാവരും ഇന്നും ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ, അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഐറ്റം സെലക്ട് ചെയ്യണം. ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഡ്രസ്സ് വിത്ത് പിൻകോഡ് തരിക. ഇന്ത്യ പോസ്റ്റാണോ കൊറിയറിലാണോ അയക്കേണ്ടതെന്നുള്ളതും കൂടി മെൻഷൻ ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സെയിൽ ഓർഡർ വരും. സെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിങ്ങനെ ഐറ്റം മാറ്റി വയ്ക്കുമെന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐറ്റം മാറ്റി വയ്ക്കും, പക്ഷേ ഐറ്റം മാറ്റി വയ്ക്കാൻ ഇതുപോലെ തന്നെ നിങ്ങൾ മിനിമം 10 പീസിൽ നിന്നുള്ള ക്വാണ്ടിറ്റി എടുത്തിരിക്കണം. അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഐറ്റം മാറ്റി വയ്ക്കുന്നത്. അല്ലാതെ നമ്മൾ ഐറ്റം മാറ്റി വയ്ക്കില്ല. പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് സാധാരണ ഒരു ഐറ്റം ബില്ല് ചെയ്ത് തന്നു കഴിഞ്ഞാൽ 2 ദിവസത്തിനകം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഇപ്പോൾ അത്യാവശ്യം ഡിമാൻഡൊക്കെ ഉള്ള ഐറ്റമാണെങ്കിൽ ഓട്ടോമാറ്റിക് ഓർഡർ ക്യാൻസൽ ആവും, വേറെ ആളുകൾ എടുത്തു പോയിട്ടുണ്ടാവും. അപ്പോൾ 2 ദിവസം വരെയാണ് നമ്മളിവിടെ മാറ്റി വയ്ക്കുകയുള്ളൂ. അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. കൊറിയർ വഴി ഇപ്പോൾ നമ്മൾ അയക്കണ ഐറ്റമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഒരു ദിവസത്തിനുള്ളിൽ കിട്ടും. പാഴ്സൽ സർവീസ് ആണെങ്കിൽ 2 to 3 ഡേയ്സിൻ്റെ ഒരു ഗ്യാപ്പും, ഇന്ത്യ പോസ്റ്റ് ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ഒരു ഇതുണ്ടാവും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. പെട്ടെന്ന് വേണമെന്നുള്ളൊരു കൊറിയറിൽ എടുക്കുക. അതായത് ഇപ്പോൾ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം കൊറിയറിൽ എടുക്കുക. നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാഴ്സൽ, അതാണ് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഔട്ട് സൈഡ് എപ്പോഴും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ, അതായത് മിനിമം ഒരു 40 പീസിൻ്റെ മുകളിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പാഴ്സൽ സർവീസ് ആയിരിക്കും എപ്പോഴും ബെറ്റർ. ഇൻസൈഡ് കേരള, ഔട്ട് സൈഡ് കേരളയൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചിട്ട് എല്ലാ കോസ്റ്റ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഐറ്റത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എടുത്തുകൊണ്ട് ആയിട്ടാണെങ്കിൽ കട്ട് ചെയ്യരുത്, നമ്മളത് റിട്ടേൺ എടുക്കും. അതിനൊന്നും പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങളും. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.